വെൽക്കം ബാക്ക് സ്റ്റുഡൻസ്. നമ്മൾ ലാസ്റ്റ് നടന്ന എക്സാമിൻ്റെ സൊല്യൂഷൻസ് ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. മൊഡ്യൂൾ 4 വരെയുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം നോക്കി. ഓക്കെ, ഇനി മൊഡ്യൂൾ 5-ലെ ക്വസ്റ്റ്യൻ ആണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. എ ക്യൂബ് ഓഫ് 30 mm സൈഡ് ഈസ് placed vertically with one of its edges on the picture plane and the top square and face touching an auxiliary ground plane at a height of 50 mm above the horizontal plane. The vertical edge formed by the two adjacent rectangular faces, which are inclined at 45 degrees to the picture plane, touches the picture plane. Draw the perspective view of the cube if the station point is 70 mm in front of picture plane and lies in a central plane which is 30 mm to the left side of the center of the cube. ഓക്കെ, നോർമലി ചോദിക്കാനുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. ഓക്കെ, പി എ വർഗീസിൽ നമ്മൾ കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അതായത് പി എ വർഗീസിൽ സെയിം ഈ ക്യൂബിൻ്റെ തന്നെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഈ ഒരു ഡയമെൻഷൻസ് ഒക്കെ വേറെ ആയിരുന്നു. അതുപോലെ ഇതിൻ്റെ അകത്ത് ലെഫ്റ്റ് സൈഡ് എന്ന് പറയുന്നതിന് പകരം ടെക്സ്റ്റിൽ കിടക്കുന്ന ക്വസ്റ്റ്യൻ റൈറ്റ് സൈഡാണ്. പിന്നെ ക്യൂബിൻ്റെ ഡയമെൻഷൻസും വേറെ ആയിരുന്നു. ബാക്കി എല്ലാ കണ്ടീഷനും എല്ലാം സെയിം ആണ്. ഓക്കെ, നമുക്ക് നേരെ എൻ്റെ സൊല്യൂഷനിലേക്ക് പോകാം. നമുക്കറിയാം ഒബ്ലിക് പ്രൊജക്ഷൻ, പെർസ്പെക്റ്റീവ് പ്രൊജക്ഷൻ ആണ് നോക്കുന്നത്. ഓക്കെ, ഇവിടെ കണ്ടീഷൻ പറഞ്ഞിരിക്കുന്നത് ക്യൂബ് പെർസ്പെക്റ്റീവ് പ്രൊജക്ഷൻ എന്ന് പറയുമ്പോൾ ഇത് ഗ്രൗണ്ട് ലൈൻ, ഇത് പിക്ചർ പ്ലെയിൻ. ഓക്കെ, നമ്മൾ കണ്ടീഷൻ പറഞ്ഞിരിക്കുന്നത് പിക്ചർ പ്ലെയിനെ ടച്ച് ചെയ്തിരിക്കുന്ന ക്യൂബ് അത് 45 ഡിഗ്രി ആംഗിളിലാണ്. അതായത് ഇതൊരു ക്യൂബാണെങ്കിൽ ഓക്കെ ഇതാണ് ഗ്രൗണ്ട് പ്ലെയിനും ഇത് പിക്ചർ പ്ലെയിൻ ടോപ്പ് ആണ് നിങ്ങൾ കാണുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ക്യൂബ് ഇതൊരു ക്യൂബാണ്. ഓക്കെ, ഈ ക്യൂബ് പിക്ചർ പ്ലെയിനിൽ ടച്ച് ചെയ്ത് നിൽക്കുന്നു. ഓക്കെ, ഇങ്ങനെ പിക്ചർ പ്ലെയിനിൽ ഈക്വലി ഇംഗ്ലണ്ട് ഈ ആംഗിൾ 45 ഡിഗ്രി ആയിട്ട് പിക്ചർ പ്ലെയിനെ ടച്ച് ചെയ്ത് നിൽക്കുന്ന ഒരു ക്യൂബ്. ദെൻ സ്റ്റേഷൻ പോയിൻ്റ് കണ്ടീഷനൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇത് ഓക്സിലറി ഗ്രൗണ്ട് പ്ലെയിനെ ഈ ഫേസ്, അതായത് ഓക്സിലറി ഗ്രൗണ്ട് പ്ലെയിൻ എന്ന് പറഞ്ഞാൽ ടോപ്പിൽ കൂടെ പോകുന്ന ഒരു ഹൊറിസോണ്ടൽ പ്ലെയിനാണ്. ഓക്കെ, ഓക്സിലറി ഗ്രൗണ്ട് പ്ലെയിനെ ടച്ച് ചെയ്താണ് ഇതിൻ്റെ ടോപ്പ് ഫേസ് ഇരിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇതാണ് ഫ്രണ്ടിൽ നോക്കുമ്പോഴത്തേക്കും ഇവിടെ ആയിരിക്കും കാണാം ഒരു റെക്റ്റാങ്കിൾ. ഇവിടെ നോക്കുമ്പോഴത്തേക്ക് ഈ റെക്റ്റാങ്കിൾ ഷേപ്പിൽ ഫ്രണ്ട് കിട്ടും. ദെൻ ടോപ്പിൽ നോക്കുമ്പോൾ ഈ ഒരു ഷേപ്പാണ് കിട്ടുക. പിക്ചർ പ്ലെയിനെ റൊട്ടേറ്റ് ചെയ്ത് വരുമ്പോഴത്തേക്കും പിക്ചർ പ്ലെയിനെ ടച്ച് ചെയ്തുകൊണ്ട് ഇങ്ങനൊരു ഷേപ്പിലായിരിക്കും ടോപ്പ് കിട്ടുക. ഓക്കെ, നമുക്ക് നോക്കാം. ഇതാണ് ഗ്രൗണ്ട് വരിക, ദെൻ ഇതായിരിക്കും പിക്ചർ പ്ലെയിൻ വരിക. ഓക്കെ, അപ്പോൾ നമ്മുടെ സോളിൻ്റെ പൊസിഷനിലേക്ക് നോക്കാം. ഓക്കെ, നമ്മുടെ സോൾഡ് ഒരു ക്യൂബാണ്. ഒരു ക്യൂബ് 30 mm സൈഡുള്ളൊരു ക്യൂബാണ്. ഇതിൻ്റെ പൊസിഷൻ പറഞ്ഞിരിക്കുന്നത് പിക്ചർ പ്ലെയിനെ ടച്ച് ചെയ്ത് നിൽക്കുന്നു. അതായത് ഒരു എഡ്ജ് പിക്ചർ പ്ലെയിനെ ടച്ച് ചെയ്യും. ഇവിടെ മേക്ക് ചെയ്യുന്ന ആംഗിൾ 45 ഡിഗ്രിയാണ്. പിക്ചർ പ്ലെയിനെ ടച്ച് ചെയ്ത് നിൽക്കുന്നത്. ഇതാണ് പൊസിഷൻ. അതായത് ഫ്രണ്ട് ടോപ്പ് വ്യൂ വരുമ്പോഴത്തേക്കും ഇങ്ങനത്തെ ഒരു ടോപ്പ് വ്യൂ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുക. ഓക്കെ, അപ്പോൾ ഫ്രണ്ടിൽ നമുക്ക് പിക്ചർ പ്ലെയിനെ ടച്ച് ചെയ്ത് നിൽക്കുന്നു. എന്നിട്ട് ടോപ്പ് സർഫസ് ഇതുവഴി ഓക്സിലറി ഗ്രൗണ്ട് പ്ലെയിൻ എന്ന് പറഞ്ഞാൽ ഓക്കെ ഈ ഓക്സിലറി ഗ്രൗണ്ട് പ്ലെയിനെ ടച്ച് ചെയ്താണ് ടോപ്പ് സർഫസ് നിൽക്കുക. അപ്പോൾ ഇതിൻ്റെ നേരെ ഫ്രണ്ടിൽ നോക്കുമ്പോഴത്തേക്ക് ഈ സൈഡിലാണ് ഫ്രണ്ട്. ഫ്രണ്ടിൽ എന്ന് പറഞ്ഞാൽ ഈ ഡയറക്ഷനിലായിരിക്കും. ഇങ്ങനെ നിൽക്കുന്ന ഒരു സോളിനെ ഇങ്ങനെ നിൽക്കുന്ന ഒരു സോളിൻ്റെ ഫ്രണ്ടിൽ എന്ന് പറയുമ്പോൾ ഈ റെക്റ്റാങ്കുലർ ഷേപ്പ്, ആ റെക്റ്റാങ്കുലർ പീസ് ഓക്സിലറി ഗ്രൗണ്ട് പ്ലെയിനെ ടച്ച് ചെയ്ത് നിൽക്കും. ആ റെക്റ്റാങ്കുലർ ഷേപ്പാണ് ഫ്രണ്ട് വരിക. ടോപ്പിൽ നോക്കുമ്പോഴേക്ക് ഇത് നേരെ റൊട്ടേറ്റ് ചെയ്താണല്ലോ ടോപ്പ് വരിക. നേരെ റൊട്ടേറ്റ് ചെയ്യുന്നു. പിക്ചർ പ്ലെയിൻ്റെ മുകളിൽ ഈ ഒരു ഷേപ്പിലായിരിക്കും ഇതിൻ്റെ ടോപ്പ് വരിക. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വരയ്ക്കാം. ഫസ്റ്റ് നമ്മൾ ലൊക്കേറ്റ് ചെയ്യുന്ന പിക്ചർ പ്ലെയിൻ വരയ്ക്കാം. ഓക്കെ, കുറച്ച് ലെങ്ത് കൂടുതൽ വേണം പെർസ്പെക്റ്റീവ് വരയ്ക്കുമ്പോൾ എപ്പോഴും. ഓക്കെ, അപ്പോൾ ഏറ്റവും മുകളിൽ നിന്ന് തന്നെ വരച്ച് സ്റ്റാർട്ട് ചെയ്യണം. പിക്ചർ പ്ലെയിൻ വരയ്ക്കാൻ വേണ്ടി ഈ ഒരു പോയിന്റ് നമുക്ക് പിക്ചർ പ്ലെയിൻ, കാരണം പിക്ചർ പ്ലെയിൻ്റെ മുകളിൽ ഫ്രണ്ടിനുള്ള സ്പേസ് ടോപ്പിനുള്ള സ്പേസ് വേണം. ഓക്കെ, നമ്മൾ പിക്ചർ പ്ലെയിൻ പി പി മാർക്ക് ചെയ്യാം. ദെൻ പി പിയോട് ഇൻക്ലൈൻഡ് ആണ്, ടച്ച് ചെയ്യുന്നതാണ് പറയുന്നത്. പി പി ടച്ച് ചെയ്തുകൊണ്ടാണ് സോൾഡ് ഇരിക്കുന്നത്. 45 ഡിഗ്രിയാണ്, അത് ഈക്വലി ഇൻക്ലൈൻഡ് ആണ്. ഇപ്പോൾ നമുക്ക് ആ സോൾഡ് ടോപ്പ് വരയ്ക്കാം. ഈക്വലി ഇൻക്ലൈൻഡ് എന്ന് പറയുമ്പോൾ 45 ഡിഗ്രി. ക്യൂബിൻ്റെ സൈസ് എന്ന് പറയുന്നത് 30 mm ആണ്. ഓക്കെ, 30 mm ക്യൂബാണ്. 45 ഡിഗ്രി ഇൻക്ലിനേഷൻ എടുത്തു. തന്നെ അവിടെ നിന്നൊരു 30 mm ക്യൂബ് വരയ്ക്കാം.
ഓക്കെ, ഒരു 45 ഡിഗ്രിയിൽ 30 ക്യൂബിൻ്റെ ടോപ്പ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പിക്ചർ പ്ലെയിനെ ടച്ച് ചെയ്താണ് ടോപ്പ് ഇരിക്കുന്നത് പറഞ്ഞിട്ടുണ്ട്. 45 ഡിഗ്രി. ദെൻ നമുക്ക് വേണ്ടത് ഫ്രണ്ട് വ്യൂയിലേക്ക് പോവാം. അതിന് മുമ്പ് ഫ്രണ്ട് വ്യൂയിൽ നമുക്ക് ഗ്രൗണ്ട് ലൈൻ മാർക്ക് വയ്ക്കുക. അല്ലെങ്കിൽ ഓക്സിലറി ഗ്രൗണ്ട് ലൈനെ ടച്ച് ചെയ്താണ് ടച്ച് ചെയ്താണ് നിൽക്കുന്നതെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് ടോപ്പ് ഫേസ്, ക്യൂബിൻ്റെ ടോപ്പ് ഫേസ് ഓക്സിലറി ഗ്രൗണ്ട് ലൈനെ ടച്ച് ചെയ്യുന്നു പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ആദ്യം ഓക്സിലറി ഗ്രൗണ്ട് ലൈൻ ലൊക്കേറ്റ് ചെയ്യാം. അതിനുവേണ്ടി നമുക്ക് വേണ്ടത് 70 ആണ് ഡിസ്റ്റൻസ് പറഞ്ഞിരിക്കുന്നത്. 70ക്കാളും ശകലം കൂടിയൊരു ഡിസ്റ്റൻസ് എടുക്കാം. എന്നിട്ട് അവിടെ നമുക്ക് ഓക്സിലറി ഗ്രൗണ്ട് ലൈൻ മാർക്ക് ചെയ്യാം. ചിലപ്പോൾ നമുക്കിവിടെ ഒരു സ്പേസ് കിട്ടും. ചിലപ്പോൾ 70യിൽ തന്നെ മാർക്ക് ചെയ്യാം. കാരണം മിനിമം എന്തായാലും 70 വേണം. ഓക്കെ, ഇപ്പോൾ 70 തന്നെ നമുക്ക് 70 തൊട്ട് താഴെ നമുക്ക് മാർക്ക് ചെയ്യാം. കാരണം താഴോട്ടുള്ള സ്പേസ് കറക്റ്റ് ആയിരിക്കണം. കാരണം നമുക്ക് അതിൻ്റെ പെർസ്പെക്റ്റീവ് വ്യൂ സ്റ്റേഷൻ പോയിൻ്റ് ഒക്കെ ലൊക്കേറ്റ് ചെയ്യാനുള്ളതാണ് താഴെ. അപ്പോൾ ഓക്സിലറി ഗ്രൗണ്ട് ലൈൻ ലൊക്കേറ്റ് ചെയ്തു. ഈ ലൈനെ ടച്ച് ചെയ്താണ് ഫ്രണ്ടിൽ നിൽക്കുന്നത്. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഏറെ ഫ്രണ്ടിലേക്ക് പോവാം. ഓക്കെ, നമുക്ക് ഫ്രണ്ട് വ്യൂ നമ്മൾ നേരത്തെ പറഞ്ഞു റെക്റ്റാങ്കിൾ ആയിരിക്കും. 30 mm ആണ് ഹൈറ്റ്. നേരെ താഴെ ഇവിടുന്ന് ഓക്കെ, ഫ്രണ്ട് വ്യൂ നമുക്ക് ഡാർക്ക് ആക്കണ്ട, കാരണം ഓവർലാപ്പ് ചെയ്ത് വരുന്നുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് ഫ്രണ്ട് വ്യൂ തിക്കാക്കി വരയ്ക്കാറില്ല നമ്മൾ. ഓക്കെ, നമ്മുടെ ഫ്രണ്ട് വ്യൂ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നെയിം ചെയ്യാം. ഓക്കെ, ടോപ്പ് വ്യൂവിൽ നമുക്ക് ഒരു സൈഡ് A, B, C, D, പിന്നെ വിസിബിൾ അല്ലാത്ത P, Q, R, S. ഇവിടെ നിന്ന് വരുമ്പോഴത്തേക്കും A, B, C ഇവിടെ തന്നെയാണ് വരിക, D, ഓക്കെ, ഇത്രയും പോയിന്റ്സ് ആണ് കിട്ടുക. അപ്പോൾ ഫ്രണ്ട് വ്യൂ ടോപ്പ് വ്യൂ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നെക്സ്റ്റ് ചെയ്യേണ്ടത് സ്റ്റേഷൻ പോയിന്റ് ലൊക്കേറ്റ് ചെയ്യുന്നതാണ്. സെക്ഷൻ പോയിന്റ് അല്ല, സ്റ്റേഷൻ പോയിന്റ്, അത് ഒബ്സർവറിൻ്റെ പോയിന്റ് ലൊക്കേറ്റ് ചെയ്യണം. അതിനുവേണ്ടി നമ്മൾക്ക് പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻ ക്യൂബിൻ്റെ സെൻറ്ററിൽ നിന്ന് 30 mm ടു ദ ലെഫ്റ്റ് സൈഡ് ഓഫ് ദ സെൻറ്റർ ഓഫ് ദ ക്യൂബ്. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് 30 mm ലെഫ്റ്റിലായിട്ടാണ്. ഇവിടുന്ന് 30 mm ലെഫ്റ്റിൽ നമുക്ക് സ്റ്റേഷൻ പോയിന്റിൻ്റെ ഒരു വെർട്ടിക്കൽ ലൈൻ മാർക്ക് ചെയ്തിടാം. ഓക്കെ, ബി ലൈനിൽ എവിടെയാണ് സ്റ്റേഷൻ പോയിന്റ് വരിക. ഓക്കെ, ഇതിൻ്റെ അടുത്ത കണ്ടീഷൻ പറഞ്ഞിരിക്കുന്നത് 70 mm ഇൻ ഫ്രണ്ട് ഓഫ് പിക്ചർ പ്ലെയിൻ. പിക്ചർ പ്ലെയിൻ്റെ നേരെ താഴേക്ക് 70 mm. ഈ ലൈനിലാണ് പിക്ചർ പ്ലെയിൻ്റെ താഴെ 70 mm എന്ന് പറയുമ്പോൾ ഏകദേശം ഇവിടെയാണ് സ്റ്റേഷൻ പോയിന്റിൻ്റെ ടോപ്പ് വരിക. SP എന്ന് ഡിനോട്ട് ചെയ്യും. ഓക്കെ, സ്റ്റേഷൻ പോയിന്റ് ടോപ്പ് കിട്ടി. ദെൻ സ്റ്റേഷൻ പോയിന്റ് ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞ ഓക്സിലറി ഗ്രൗണ്ട് പ്ലെയിൻ എന്ന് പറയുന്നത് 50 mm എബോവ് ദ ഹൊറിസോണ്ടൽ പ്ലെയിൻ ആണ്. ഈ ഹൊറിസോണ്ടൽ പ്ലെയിൻ ആണ് നമ്മുടെ സ്റ്റേഷൻ പോയിന്റിൻ്റെ, അതായത് സ്റ്റേഷൻ പോയിന്റിൽ കൂടെ പാസ് ചെയ്യുന്ന ഹൊറിസോണ്ടൽ പ്ലെയിനാണ് നമ്മൾ ഹൊറിസോണ്ടൽ പ്ലെയിൻ എന്ന് പറയുക. ഓക്കെ, അപ്പോൾ ഹൊറിസോണ്ടൽ പ്ലെയിന് 50 mm മുകളിലാണ് ഓക്സിലറി ഗ്രൗണ്ട് പ്ലെയിൻ എന്ന് പറഞ്ഞു. അതിന് മീനിങ് എന്താണെന്ന് വെച്ചാൽ ഓക്സിലറി ഗ്രൗണ്ട് പ്ലെയിന് 50 mm താഴെയാണ് ഹൊറിസോണ്ടൽ പ്ലെയിൻ. അപ്പോൾ ഹൊറിസോണ്ടൽ ലൈൻ മാർക്ക് ചെയ്യുന്നത് ഓക്സിലറി ഗ്രൗണ്ട് പ്ലെയിന് 50 mm താഴെയായിട്ടായിരിക്കും. ഓക്കെ, ഇവിടുന്ന് 50 mm താഴെയാണ്. അപ്പം അതല്ല, സ്റ്റേഷൻ പോയിന്റ് അവിടുന്ന് 50 mm താഴെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഏറ്റവും ബോട്ടം പൊസിഷനിലെത്തും.
ഓക്കെ, ഇവിടെ നോക്കുമ്പോൾ ഇവിടുന്ന് നേരെ 50 mm. അപ്പോൾ ഇവിടെയാണ് ഗ്രൗണ്ട് ലൈൻ വരുന്നത്. ഓക്കെ, ഇതാണ് ഹൊറിസോണ്ടൽ ലൈൻ അല്ലെങ്കിൽ ഗ്രൗണ്ട് ലൈൻ. ഓക്കെ, ഇപ്പോൾ ഹൊറിസോണ്ടൽ പ്ലെയിൻ നമുക്ക് വേണ്ട സ്റ്റേഷൻ പോയിൻറ്റിൻ്റെ ഫ്രണ്ട് വ്യൂ എന്ന് പറഞ്ഞാൽ ഈ പോയിൻ്റ് ആയിരിക്കും. കാരണം ഇത്ര ഡിസ്റ്റൻസിലാണ് ആ പോയിന്റിലുമായിരിക്കും വരിക. സ്റ്റേഷൻ പോയിൻ്റെ ഫ്രണ്ട് വ്യൂ SP ഡാഷ് എന്ന് ഡിനോട്ട് ചെയ്യുന്നു. ദെൻ നമ്മൾ നേരെ നമ്മുടെ പെർസ്പെക്റ്റീവ് ആയിരിക്കുന്ന മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഫ്രണ്ട് വ്യൂ എല്ലാം സ്റ്റേഷൻ പോയിൻ്റ് ഫ്രണ്ട് വ്യൂ ആയിട്ട് ജോയിൻ ചെയ്യണം, ടോപ്പ് വ്യൂ എല്ലാം സ്റ്റേഷൻ പോയിൻ്റ് ടോപ്പ് വ്യൂ ആയിട്ട് ജോയിൻ ചെയ്യണം. ഓക്കെ, അത് ചെയ്യണം. ഫസ്റ്റ് ടോപ്പ് വ്യൂ എല്ലാം ജോയിൻ ചെയ്തു, ദെൻ ഫ്രണ്ട് വ്യൂസ് എല്ലാം ജോയിൻ ചെയ്യണം. ഓക്കെ, ആ സ്റ്റെപ്പ് കംപ്ലീറ്റ് ആയി. തന്നെ അടുത്തത് ടോപ്പ് വ്യൂ വന്ന് പിക്ചർ പ്ലെയിൻ്റെ ലൈന് മീറ്റ് ചെയ്യുന്നിടത്തുനിന്ന് നേരെ താഴെ വെർട്ടിക്കൽ ലൈൻ വരയ്ക്കാവുന്നതാണ്. അപ്പോൾ D എസും വന്ന് മീറ്റ് ചെയ്യുന്ന ഇവിടെയാണ്. ഇവിടെ നേരെ താഴേക്ക് വെർട്ടിക്കലായിട്ട് ലൈൻ വരയ്ക്കാം. വരയ്ക്കുമ്പോൾ ഡിയിലും എസിലേക്കും വേണം വരയ്ക്കാൻ. ഓക്കെ, D ഇവിടെ ഉണ്ട്, എസ് താഴെയാണ്. ഓക്കെ, നെയിം ചെയ്തപ്പോൾ ഇത് ആക്ച്വലി ഇത് എസ് ആണ്, എസ് ഡാഷ് ആണ്. ഇവിടെയാണ് R ഡാഷ് വരിക. നെയിമിങ് മാറിപ്പോയി. ഇവിടെ C. ഓക്കെ, ഇവിടെ കറക്റ്റാണ്. ഡിയും ഇവിടെയാണ് മാറിപ്പോയത്. അപ്പം എസും ഇവിടേക്കും വരച്ചപ്പോൾ 2 പോയിന്റ്സ് നമുക്ക് കിട്ടി. ഒന്നിതും ദെൻ അടുത്തേക്ക് ഇത് ക്യാപിറ്റൽ D, ക്യാപിറ്റൽ എസ്. ഓക്കെ, അടുത്തതെന്ന് പറഞ്ഞാൽ എയും പിയും സെയിം ലൈനിൽ തന്നെയാണ് മീറ്റ് ചെയ്യുന്നത്. അപ്പോൾ നേരെ താഴെ വരുമ്പം ഇത് തന്നെയായിരിക്കും ക്യാപിറ്റൽ A. കെയും സി അല്ല, എയും പിയും ആണ് ഇവിടെ. അപ്പോൾ ക്യാപിറ്റൽ A കിട്ടി. ദെൻ ഇവിടെ തന്നെ ആയിരിക്കും ക്യാപിറ്റൽ പിയും വരിക. ഓക്കെ, അപ്പോൾ AP കിട്ടി. ദെൻ CUR വന്ന് മീറ്റ് ചെയ്യുന്നത് ഈ പോയിന്റിലാണ്. ഓക്കെ, അവിടെ നിന്ന് നേരെ താഴെ ഇതുപോലെ വെർട്ടിക്കൽ ലൈൻ വരയ്ക്കാം. സിയിലും ആറിലേക്കും വരയ്ക്കണം. CURൽ നിന്നും സ്റ്റേഷൻ പോയിന്റിലേക്ക് വരച്ച ലൈനിലേക്ക്. ഓക്കെ, സിയിൽ വന്ന് മീറ്റ് ചെയ്യുന്നത് ഇവിടെയാണ്. ഓക്കെ, അവിടെ ആയിരിക്കും C, ദെൻ R. ഇതാണ് R. ഓക്കെ, ഇനിയുള്ളത് ക്യൂവും ബിയും. അവിടെയും ഇതുപോലെ തന്നെ ചെയ്യുക. ക്യൂവും ബിയും നേരെ താഴേക്ക് വരയ്ക്കാം. ക്യൂ ഡാഷിൽ ഒന്ന് മീറ്റ് ചെയ്യുന്നത് ക്യൂ, പോയിന്റ് ബിയിൽ വന്ന് മീറ്റ് ചെയ്യുന്നത് ഇവിടെ. ഈ ലൈൻ ബിയിൽ മീറ്റ് ചെയ്യുന്ന ബി. ഓക്കെ, നമുക്ക് വേണ്ട പോയിന്റ്സ് ഒക്കെ കിട്ടി. നമുക്കിനി ഔട്ട്ലൈൻസ് ആദ്യം ജോയിൻ ചെയ്യാം. ഔട്ട്ലൈൻസിൽ വരുന്നത് ഫസ്റ്റ് ഔട്ട്ലൈൻ വരുന്ന പോയിന്റൊക്കെ മാർക്ക് ചെയ്യുമ്പോൾ A, B. ഔട്ട്ലൈനിൽ വരുന്നത് ക്യൂ ആണ്. ഓക്കെ, ഔട്ട്ലൈൻസ് പോയിന്റ് കംപ്ലീറ്റ് മാർക്ക് ചെയ്തു. ഓക്കെ, ഇപ്പോൾ ഇതാണ് ഫൈനൽ ഷേപ്പ് വരിക. അത് നമ്മൾ ഡോട്ടറൊന്നും മാർക്ക് ചെയ്തിട്ടില്ല, നമ്മൾ ഡയറക്റ്റ്ലി എല്ലാം വിസിബിൾ ആയിട്ട് തന്നെ മാർക്ക് ചെയ്തു. പക്ഷേ ഇത് കുറച്ച് ലൈൻസ് ഡോട്ടർ ആയിരിക്കും വരിക. ഓക്കെ, അത് ശ്രദ്ധിച്ച് മാർക്ക് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള മെത്തേഡ്. ഫൈനൽ ആൻസർ എന്ന് പറയുമ്പോൾ ഏകദേശം ഈ ഒരു ഷേപ്പിൽ വരും. ഇതിൻ്റെ അത് വിസിബിൾ അല്ലാത്ത എഡ്ജസ് ഡോട്ടഡ് ആക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ റിമൈനിങ് ആയിട്ടുള്ളത്. ഓക്കെ, ഇതിനകത്ത് വിസിബിൾ അല്ലാതെ വരുന്നത് ഈ ലൈൻസ് ഒന്നും വിസിബിൾ ആയിരിക്കില്ല, ഇത് ഡോട്ടഡ് ആയിരിക്കും. ഇത് കാണാം, ഇത് കാണാം. ഓക്കെ, ബാക്കി ലൈൻസൊക്കെ ഓൾമോസ്റ്റ് വിസിബിൾ ആണ്. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് കൺവേർസിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പം നമുക്ക് ഫസ്റ്റ് ഫ്രണ്ടിൻ്റെ ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ട് വരച്ച് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ആദ്യം ഒരു റെഫറൻസ് ലൈൻ വരയ്ക്കാം.
ഓക്കെ, തന്നെ ആദ്യമേ ഫ്രണ്ടിൽ ആദ്യം കാണുന്നത് ആ എല്ല് പോലത്തെ ഒരു ഷേപ്പ്. അത് നമുക്ക് ക്ലിയർലി വിസിബിൾ ആയിരിക്കും, കാരണം ആ ഡയറക്ഷന് പെർപെൻഡിക്കുലർ ആണ്. ആ ഷേപ്പ് ആദ്യം വരയ്ക്കുക. അതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 10 mm. അതിലൊരു പോയിന്റ് സ്റ്റാർട്ട് ചെയ്യുക. നമ്മളിത് ചോദിച്ചിരിക്കുന്നത് ഏത് വ്യൂ ആണെന്ന് നോക്കാം. ഫ്രണ്ട് വ്യൂ, ടോപ്പ് വ്യൂ, ലെഫ്റ്റ് സൈഡ് വ്യൂ. റൈറ്റ് സൈഡിൽ നമുക്ക് സ്പേസ് വേണം ലെഫ്റ്റ് സൈഡ് വ്യൂ അറിയാൻ വേണ്ടി. അപ്പോൾ നമുക്ക് കുറച്ച് ലെഫ്റ്റിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് നമുക്ക് ആ ഒരു എൽ പോലത്തെ ആ ഒരു ഷേപ്പ് വരയ്ക്കാം. അതിൻ്റെ ഹൈറ്റ് 10 mm ആണ്. 10 mm ഹൈറ്റ്. അതിൻ്റെ ലെങ്ത് 10 mm വരെ വരുന്നത് 50 - 10 40 വരെ 10 mm വരും. ദെൻ അതിൻ്റെ ഹൈറ്റ് ഒരു 15 mm കൂടി ഇൻക്രീസ് ചെയ്യുന്നു. ടോട്ടൽ 25. 10 ചെയ്യുന്നത് 25-ലെത്തി. ദെൻ അതിൻ്റെ ലെങ്ത് 10 mm. ഫസ്റ്റ് ആ ഒരു എൽ ഷേപ്പ് പ്ലെയിൻ കംപ്ലീറ്റ് ആയി. ദെൻ വിസിബിൾ ആയിട്ടുള്ള അതിൻ്റെ പുറകിലായ ഒരു സ്ക്വയർ ഷേപ്പ് പോർഷനാണ്. ഓക്കെ, അത് വരുമ്പോഴത്തേക്കും ഇവിടുന്ന് 25 ഡിസ്റ്റൻസിൽ ഇവിടുന്ന് ടോട്ടൽ 25. നമുക്ക് 25 ഹൈറ്റും 25 ആണ്. ടോട്ടൽ നമ്മൾ 25, 10 + 25 35 വേണം. 1 2 3 35. ഓക്കെ, ഇതായിരിക്കും ഫ്രണ്ട് വ്യൂ വരുന്ന ഷേപ്പ്. സിമ്പിൾ ഒരു ഷേപ്പായിരുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് ഫ്രണ്ട് വ്യൂ. ദെൻ നമുക്ക് ടോപ്പ് വ്യൂ വരയ്ക്കാനുള്ള ലിമിറ്റ് സെറ്റ് ചെയ്യാം. ഓക്കെ, ഇതിന് നേരെ താഴെയാണ് ടോപ്പ് വ്യൂവിൻ്റെ ലിമിറ്റ് സെറ്റ് ചെയ്ത് ദെൻ ടോപ്പ് വ്യൂവിൽ വിസിബിൾ ആയിട്ടുള്ള ഫസ്റ്റ് ആ ഒരു ബോക്സിൻ്റെ ഔട്ട്ലൈൻ നമുക്ക് കംപ്ലീറ്റ് വരയ്ക്കാം. 25 mm ആണ്. ഓക്കെ, അപ്പോൾ 25 mm ഫുൾ ഔട്ട്ലൈൻ വരയ്ക്കാം. ആദ്യം ഇതിലൊരു പോയിന്റ് സ്റ്റാർട്ട് ചെയ്യാം. 25. ഓക്കെ, 25 mm ഉള്ള ഔട്ട്ലൈൻ നമ്മൾ സെറ്റ് ചെയ്യും. ദെൻ അകത്തെ ലൈൻസ് എന്ന് പറയുമ്പോൾ ഓക്കെ, ഫസ്റ്റ് ഇവിടുത്തെ ആ ഒരു തിക്നെസ്സിൻ്റെ നേരെ താഴെ വരുന്ന ലൈനാണ് ഇത്. നേരെ ലൈൻ വരും. പിന്നെ വരുന്നത് ടോട്ടൽ ഇവിടെ 2 ലൈൻസാണ് വരിക. ഈ ലൈൻ എന്ന് പറഞ്ഞാൽ ഗ്രൗണ്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് 15 mm വരെ വരും. ഓക്കെ, ഇവിടുന്ന് 15 mm മുകളിലേക്ക്. ദെൻ ഇത് ടോട്ടൽ ലെങ്ത് എന്ന് പറഞ്ഞാൽ 25 ഉണ്ട്. അവിടെ തൊട്ട് റിമൈനിങ് പോർഷൻ. ഓക്കെ, അപ്പോൾ ഇതായിരിക്കും ടോപ്പ് വ്യൂ വരിക. ഫ്രണ്ട് വ്യൂ ആയി ടോപ്പ് വ്യൂ. ഇതിൽ വേറെ ലൈൻസ് ഒന്നുമില്ല, കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല, ഹിഡൻ എഡ്ജസ് അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. ദെൻ നമുക്ക് വേണ്ടത് ലെഫ്റ്റ് സൈഡ് വ്യൂ ആണ് വരയ്ക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ റൈറ്റ് സൈഡിൽ ആയിരിക്കും വ്യൂ വരയ്ക്കേണ്ടത്. അങ്ങനെ ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷനാണ്. അപ്പോൾ ഈ ഒരു ഓറിയൻറ്റേഷൻ കറക്റ്റ് ഫോളോ ചെയ്യുക. ലെഫ്റ്റ് സൈഡ് വ്യൂ വരുന്ന റൈറ്റ് സൈഡിലായിരിക്കും. ഫ്രണ്ടിൻ്റെ നേരെ താഴെ ടോപ്പ് വ്യൂ വരയ്ക്കാം. ഓക്കെ, അതിൻ്റെ ലെഫ്റ്റ് സൈഡ് വ്യൂവിൽ നമുക്ക് കാണുന്നത് പുറത്തുനിന്ന് നോക്കുമ്പോൾ നമുക്ക് ഏറ്റവും താഴത്തെ ആ 10 mm തിക്നെസ് ഫുള്ള് കാണാം. അതായത് ഇതിന് നേരെ താഴെ ഉള്ള തിക്നെസ് ഫുള്ള് കാണാം. പിന്നെ വരുന്നത് ഈ ഒരു ഹൈറ്റിന് നേരെയുള്ള ചെറിയൊരു പോർഷൻ അവിടെ കാണാം. ഇപ്പോൾ ഇവിടെ നിന്നൊരു കംഫർട്ടബിൾ ഡിസ്റ്റൻസ് എടുത്ത് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം.
നമുക്കറിയാം റൈറ്റിലേക്ക് 10 mm തിക്നെസ്സിൽ കംപ്ലീറ്റ് ലെങ്ത് ഉണ്ട്. കംപ്ലീറ്റ് ലെങ്ത് എന്ന് പറയുമ്പോൾ 25 mm ലെങ്ത്, അത് ഫുൾ തിക്നെസ്സിലാണ്. ഓക്കെ, 10 mm ആ ഒരു സ്ക്വയർ പോർഷൻ അല്ലെങ്കിൽ റെക്ടാങ്കുലർ പോർഷൻ കാണാം. ദെൻ അതിൻ്റെ മുകളിൽ ലെഫ്റ്റ് സൈഡിലേക്ക് മാറിയിട്ടുള്ള ഒരു 10 mm പോർഷൻ, അതായത് ഇവിടുന്ന് 10 mm ഉള്ളൊരു പോർഷൻ ഉണ്ട്, അത് ഫുൾ ഹൈറ്റിലാണ്. ഓക്കെ, അതും കഴിഞ്ഞ് റിമൈനിങ് ആയിട്ട് ഈ വരച്ച ലൈനിലെ പോർഷൻസ് ആണ്. ഓക്കെ, അത് വരുന്നത് ലെഫ്റ്റ് എൻഡിൽ നിന്ന് 10 mm മാറി, ദെൻ താഴെ 15 mm മുകളിൽ, അത് ഇവിടുന്ന് മൊത്തത്തിൽ 25, ഇവിടുന്ന് 15 mm ലിമിറ്റാണ് നമ്മൾ ഇട്ടിരിക്കുന്നത്. ഓക്കെ, അതും ടോട്ടൽ തിക്നെസ് വരെ, അതായത് ഇവിടുന്ന് നേരെ വരയ്ക്കുക. ഓക്കെ, ഇതാണ് സൈഡ് വ്യൂ വരിക. ഫ്രണ്ട് വ്യൂ, ടോപ്പ് വ്യൂ, സൈഡ് വ്യൂ എല്ലാം കംപ്ലീറ്റ് ആയിട്ട് ഡയമെൻഷൻ ചെയ്ത് ഓരോ വാല്യൂസ് എടുക്കുക, ഡയമെൻഷൻ ചെയ്യുക. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ആൻസർ വരുന്നത്. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. പെർസ്പെക്റ്റീവ് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണെന്ന് വേണമെങ്കിൽ പറയാം, പക്ഷേ PA വർഗീസിലെ സെയിം മോഡൽ ഓഫ് ക്വസ്റ്റ്യൻ ആണ്. അത് വർക്കൗട്ട് ചെയ്തവർക്ക് വളരെ സിമ്പിളായിരുന്നു. ഓക്കെ, എന്തായാലും ഇത് സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു. പെർസ്പെക്റ്റീവ് അറിയത്തില്ലെങ്കിൽ പോലും ഇത് വളരെ സിമ്പിളായിട്ട് ആൻസർ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ മെസ്സേജ് ഇടുക. താങ്ക് യു.